ഇദ്ദേഹം ഒരു മലയാളിയാണ്, ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു ജവാനാണ്. ഫ്രാൻസിൽ നടന്ന ഒരു 24 hours വേൾഡ് ചാമ്പ്യൻഷിപ്പില് 24 മണിക്കൂർ കൊണ്ട് 265 കിലോമീറ്റർ പിന്നിട്ട ഒരാളാണ്. 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും വിശ്വസിക്കും. എനിക്ക് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം ഒന്നാമത്തെ ആരും വിശ്വസിക്കില്ല. ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് 10 എത്തിയ ഒരു മലയാളി ജവാൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഒരു വാർത്തയിലും ഇത് കണ്ടില്ല. തുടങ്ങാൻ കാരണം അച്ഛനും അമ്മയൊക്കെ കാരണമാണ്. അതെന്താ? അച്ഛനും അമ്മയും ഡെഫ് ആൻഡ് ഡംബ്. ഫസ്റ്റ് തൊട്ട് ഒരു 8ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ ഞാൻ അട്ടർ ഫെയിലറായിരുന്നു. കോമറേഡ്സ് എന്ന് പറഞ്ഞൊരു ഓട്ടമുണ്ട്, സൗത്ത് ആഫ്രിക്ക വെച്ചിട്ട് കിടക്കണം. എന്ന് ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തോ അന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട്. മിലിറ്ററിയിൽ ഏത് സെക്ഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു? അൾട്രാ റണ്ണിങ് 24 hours ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്നു. അതായിരുന്നു തുടക്കം. അപ്പം അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വിടാനുള്ള മനസ്സ് ഒട്ടും ഇല്ല. എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഫെയിലാവുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ 127 കിലോമീറ്റർ എത്തി, 127 കിലോമീറ്റർ കവർ ചെയ്തു. പിന്നെ ഒരു മല കയറണം തിരിച്ചു. ഞാൻ ഓൾറെഡി ഒരു മല കയറി ഇറങ്ങിയിട്ട് പിന്നെ താഴെ ഇറങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കുടുങ്ങിയെന്ന്. ലൈഫിൻ്റെ കേസായാലും 6 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് എന്നെ വന്നിട്ട് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തു. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ചെയ്യുമെന്ന്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രാൻസിൽ നടന്ന ഒരു 24 hours വേൾഡ് ചാമ്പ്യൻഷിപ്പില് 24 മണിക്കൂർ കൊണ്ട് 265 കിലോമീറ്റർ പിന്നിട്ട ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇദ്ദേഹം ഒരു മലയാളിയാണ്, ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു ജവാനാണ്. എന്തായാലും നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ജീനോ, നമസ്കാരം സാർ, വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഷെയ്ക്കൻ്റെ അർത്ഥം എന്റെ പൊന്നെ, ഇത് ഈ വാർത്ത അറിഞ്ഞപ്പോ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് 10 ആയിരുന്നു അല്ലേ? 24 മണിക്കൂർ കണ്ടിന്യൂസ് 24 മണിക്കൂർ ഓടിയിട്ട് 265 കിലോമീറ്റർ പിന്നിട്ട്. സമ്മതിച്ചിരിക്കണം. നമുക്ക് സന്തോഷം. ഒന്ന് ഇന്ത്യക്കാരെന്നുള്ളതിൽ, ഒന്ന് നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു ജവാൻ എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എന്തായിരുന്നു ഇപ്പൊ ഈ സംഭവം? ഇത് കഴിഞ്ഞത് മത്സരം ഒക്ടോബർ 18ഉം 19 ആ ഒരു ടൈമിലായിരുന്നു ഫ്രാൻസിൽ വെച്ച്. 18-ാം തീയതി രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 19-ാം തീയതി രാവിലെ 10 മണി വരെ. രാവിലെ 10 മണി വരെ. അതെ. ഇതില് 47 രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട് അവിടെ. അതെ, 360 ഓട്ടക്കാരുണ്ട്. 360 ഓട്ടക്കാരുണ്ട്. അതിൽ നിന്ന് 10ാമതെത്തി. അതെ. ഓ ഗ്രേറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. ഇതൊന്നും ഇവിടെ വാർത്തയിലൊന്നും കണ്ടില്ല. ഞാൻ താങ്കളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സന്തോഷത്തെക്കാട്ടിയും കൂടുതൽ ഞങ്ങൾക്കൊക്കെ വിഷമമായത്. കാരണം ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് 10 എത്തിയ ഒരു മലയാളി ജവാൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഒരു വാർത്തയിലും ഇത് കണ്ടില്ല. എന്തായാലും ഞങ്ങളത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും സന്തോഷം. അർഹതപ്പെട്ടവർ അറിഞ്ഞിരിക്കണം ആൾക്കാരെല്ലാവരും. ഇതിന് മുമ്പ് ഏതെങ്കിലും ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? 24 hours തുടങ്ങിയത് 2020. ആദ്യം തുടങ്ങിയ സമയത്തൊന്നും ഇത്ര ചെയ്യാറുണ്ടായിരുന്നില്ല. തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. ആദ്യം ഞാൻ ചെയ്തത് 208 കിലോമീറ്റർ ആയിരുന്നു. 208 ആദ്യത്തെ 24 മണിക്കൂർ. ഇതൊക്കെ കണക്ക് ഇതൊക്കെയാണ്. 200 തന്നെയാണ്. 200 തന്നെയായിരുന്നു. 208 24 മണിക്കൂർ. അത് ചണ്ഡീഗഡ് വെച്ച് ആദ്യത്തെ ഓട്ടോ അതായിരുന്നു. ആദ്യം 208 ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ വന്നു. കൊറോണ വന്നിട്ട് ഒരു 1.5 വർഷം ബ്രേക്കായി. പക്ഷെ ഞാൻ ഫിറ്റ്നസ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2021 ബാംഗ്ലൂർ ഒരു ക്വാളിഫിക്കേഷൻ റേസ് ഉണ്ടായിരുന്നു. റൊമാനിയ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ 219 കിലോമീറ്റർ ചെയ്തായിരുന്നു. 219 കിലോമീറ്റർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റേസ് കൂടെ ഉണ്ടായി അതേ വർഷം തന്നെ, ഓഗസ്റ്റിൽ. 227 ചെയ്തു. 227. ഓക്കെ. അപ്പം അങ്ങനെ നിന്ന സമയത്താണ് കൊറോണയുടെ 2ാമത്തെ സ്റ്റേജ് ഉണ്ടായില്ലേ, ഒമിക്രോൺ. അപ്പം റൊമാനിയയിൽ അത് ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൂടി ഏഷ്യാന 24 hours ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂർ വെച്ചിട്ട് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് അൾട്രാ റണ്ണിങ്
24 hours ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്നത് ഓക്കെ ഓക്കെ ബാംഗ്ലൂർ വെച്ചിട്ട്. അതായിരുന്നു തുടക്കം. ആ അപ്പോൾ അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരി. അപ്പം അതിൽ ഞാൻ ഇൻഡിവിജ്വൽ തേർഡായിരുന്നു വന്ന്. ഓ ടീം മെഡലിൽ ഫസ്റ്റ് ആയിരുന്നു. ഓക്കെ, ടീം മെഡലിൽ ഫസ്റ്റ്. ഇത്രയും അതിലും ടീം ഫസ്റ്റ്, ഇൻഡിവിജ്വൽ തേർഡ്. ഞാൻ അതിൽ ചെയ്തത് 238 കിലോമീറ്റർ ആയിരുന്നു. എത്ര മത്സരാർത്ഥികളുണ്ടായിരുന്നു അതില്? പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളില്ലേ? പക്ഷേ അതിൽ ഏഷ്യ ഓഷ്യൻ ആയതുകൊണ്ട് ആകെ 4 കൺട്രീസ് ഉണ്ടായിരുന്നു. 4 കൺട്രീസ്. ഓസ്ട്രേലിയ, മലേഷ്യ, ചൈനീസ് തായ്പായ്, ന്യൂസിലാൻഡ്. കാരണം ഇത് ഏഷ്യ ഓഷ്യാനിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ഇതിൽ പെടുന്ന ഇതാ വരുന്നത്. അപ്പോൾ ആകെ 4 കൺട്രീസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ടീം ടീമില്. ആ ഓക്കെ, അടിപൊളി. ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 24 മണിക്കൂർ കുറഞ്ഞത് നമ്മൾ എടുക്കാറില്ലേ? എന്താണത്? എന്നാത്തെ കാര്യം, എനിക്ക് ഡിസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. എന്താണെന്നറിയില്ല, അത് കൊച്ചിലെ തൊട്ടുള്ള ഒരു മെന്റാലിറ്റി ആണെന്ന് തോന്നുന്നു. ഒരു വാശിയാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഒരു 100 മീറ്റർ 200 മീറ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്കത് പറ്റില്ല. എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്നുവെച്ചാൽ ഡിസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും ആ ക്രാക്ക് വന്നത്. ശരി, ഇപ്പം മിലിറ്ററിയിൽ സർവീസിൽ കയറിയിട്ട് ഇപ്പം ഏത് ഇയറിലാണ് കയറിയത്? ഞാൻ 2011. 2011 കയറിയ. അപ്പം ഈ ആ ടൈമിൽ നമ്മുടെ കൂടെ ഈ ഓട്ടം ഇല്ല. ഞാൻ സത്യം കൊച്ചിലെ ഞാൻ തുടങ്ങാൻ കാരണം അച്ഛനും അമ്മയൊക്കെ കാരണമാണ്. അതെന്താ? അച്ഛനും അമ്മയും ഡെഫ് ആൻഡ് ഡംബ, സംസാരിക്കാൻ കേൾക്കത്തുമില്ല. പക്ഷെ അവരുടെ കാറ്റഗറിയിൽ അവർ സ്പോർട്സിലുണ്ടായിരുന്നുണ്ട്. മമ്മി വോളിബോൾ കളിക്കുമായിരുന്നു, പപ്പ ടേബിൾ ടെന്നീസ് ആയിരുന്നു. ഓൾറെഡി എനിക്ക് സ്പോർട്സാണ് ആഗ്രഹം. പഠിത്തത്തിനൊന്നും വലിയ ടൈം പാസ്സുള്ള പഠിത്തമായിരുന്നു. എക്സാം വരുമ്പോൾ ജയിക്കുക ആ ഒരു സമയം. പക്ഷേ എനിക്ക് ഈ സ്പോർട്സ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെക്കാളിലും അച്ചീവ്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പം ഫസ്റ്റ് തൊട്ട് ഒരു 8ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ ഞാൻ അട്ടർ ഫെയിലർ ആയിരുന്നു. എല്ലാത്തിലും? പഠിത്തത്തിലും? അല്ല, പഠിത്തത്തിൽ കുഴപ്പമില്ല. ബാക്കി സ്പോർട്സിലൊക്കെ ഞാൻ ഫെയിലർ ആയിരുന്നു, ജയിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരിക്കും റിസൾട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 800-ഉം 1500 മീറ്ററൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്ന്. പക്ഷേ എല്ലാത്തിലും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ 800-ൽ 1500 ഇത് ഓട്ടം, പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു, പിന്നെ NCC-യിലുണ്ടായിരുന്നു, പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ഡാൻസിൻ്റെ പരിപാടി ആകുമ്പോൾ അതിലും പോകും. അപ്പോൾ എല്ലാ പരിപാടിക്കും പോകും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എന്തെങ്കിലും ഒരു ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് മാത്രം ചെയ്താലേ ഉയരത്തിലെത്തുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ 800 1500 കാരണം ഞാൻ സായിലുണ്ട്, എനിക്ക് ഡേ ബോർഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് ഞാൻ 2 വർഷമാണ് ചെയ്തത്, 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും. അന്ന് എനിക്ക് CBSE സ്റ്റേറ്റിൻ്റെ 1500 മീറ്ററിൽ എനിക്ക് റെക്കോർഡുണ്ടായിരുന്നു. അപ്പം ആ റെക്കോർഡ് കാരണം എനിക്ക് സായിൽ 2 വർഷത്തെ ഡേ ബോർഡിൻ്റെ ഇതിൽ കിട്ടിയായിരുന്നു. ഒരു ജോയ്സ് സാർ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ കോച്ചിങ്. പക്ഷേ ഡേ ബോർഡിങ് ആയിരുന്നു. ഡേ ബോർഡിലെ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ വരും, അതിന് പഠിക്കാൻ പോകും, പിന്നെ സ്കൂളിൽ പയ്യന്മാരോട് എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കും. അത് ഒരു ടൈം പാസ് രീതി പോലെയായിരുന്നു. അപ്പോൾ സ്കൂളിൽ സാറുമാരുണ്ട്, സാറുമാർക്ക് ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് പറയും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ആ രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് എയിം ഇല്ലായിരുന്നു. ശരി. അപ്പോൾ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് BPED ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം BPED ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താ മെൻ്റലി വന്നതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് പട്ടാളത്തിൽ പോകണം എന്ന് വെച്ചു. കാരണം ഫൈനാൻഷ്യലി എൻ്റെ പപ്പയും മമ്മിയും ഇൻഡിപെൻഡൻറ്റ് ഫാമിലി, കാരണം ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായവരാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവർ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് വിചാരിച്ചു, അനിയത്തിയുണ്ട് എനിക്ക്. 2 പപ്പയും മമ്മിയും സംസാരിക്കില്ല? അതിന് കേൾക്കത്തില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വേണം, ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അവരുടെ രീതിയിൽ അവർ ചെയ്യും ഒറ്റയ്ക്കാണെങ്കിൽ. പക്ഷെ എന്നാലും എന്തെങ്കിലും വലിയൊരു കാര്യം വരുമ്പോൾ അപ്പൊ ഈ പട്ടാളത്തിലേക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് മാറിക്കേണ്ടി വരില്ലേ? പക്ഷെ അപ്പം അനിയത്തി ഉണ്ട് എനിക്ക്, അനിയത്തി മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങനെ ഞാൻ പട്ടാളത്തിൽ കയറി. കാരണം പപ്പയ്ക്കൊരു സപ്പോർട്ടാവും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബ്രേക്ക് വന്നപ്പോൾ ഞാൻ വെച്ചാൽ എവിടെയെങ്കിലും അഡ്മിഷൻ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ സെൻറ്റ് സേവിയസിൽ, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് സ്പോർട്സ് കോട്ടയിൽ സെൻറ്റ് സേവിയസിൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സെമ്മ് ഞാൻ ചെയ്തു. ഒരു സെമ്മ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പട്ടാളത്തിൽ കയറിയത്. പക്ഷേ സ്പോർട്സ് കോട്ടയിലൊന്നുമല്ല, ആസ് എ നോർമൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്പോർട്സൊക്കെ ഉണ്ടാവും എന്തെങ്കിലും,
ആ രീതിയിൽ കയറിയതാണ്. പിന്നെ കയറി സെയിം അതേ അവസ്ഥ. സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതിലും കയറി ഞാൻ ബാസ്കറ്റ് ബോളിൽ പോവും, ഹാൻഡ് ബോളിൽ പോവും, ഹോക്കിയിൽ പോവും, ഇടയ്ക്ക് ക്രോസ് കൺട്രി കിടക്കും, അതിലും പോവും. പക്ഷെ എനിക്കത് അപ്പോഴും എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഈ പട്ടാളത്തിലുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് നമ്മളെല്ലാം എല്ലാം. കാരണം ഗെയിംസ് നടക്കും, യൂണിറ്റ് ഗെയിംസ് എല്ലാം നടക്കും. ഒരു വർഷത്തിൽ ഏകദേശം ഒരു 5 ഗെയിമുകൾ നടക്കും. അതിലെല്ലാം ഞാൻ ഉണ്ടാവാറുണ്ട്. എല്ലാത്തിലും ബെസ്റ്റ് പ്ലെയറും കിട്ടാറുണ്ട്. ഹാൻഡ് ബോളിൽ ബെസ്റ്റ് പ്ലെയർ, ബാസ്കറ്റ് ബോളിൽ ബെസ്റ്റ് പ്ലെയർ, ഹോക്കിയിൽ ബെസ്റ്റ് പ്ലെയർ, ക്രോസ് കൺട്രിയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അങ്ങനെ വരാറുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും അറിയുന്നില്ല ഞാൻ അട്ടർ ഫെയിലർ ഇത്രയും സക്സസ് ആണെന്ന് ഞാൻ അറിയുന്നില്ല, കഴിവുണ്ടെന്ന് അറിയുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പാരയുടെ കയറി ഉടനെ എനിക്ക് പാര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പാരയ്ക്ക് പോയി. പാരാഗ്ലൈഡിങ് അല്ല, പാര കമാൻഡോയുടെ സംഭവം. അതിന് പോയി. പക്ഷെ അതിനും ഞാൻ ഫെയിലായി. അയ്യോ, അത് എന്താണ്? പക്ഷെ അത് ചൂടും ഭയങ്കര എനിക്കറിയില്ല. നമ്മൾ ആ സമയത്തൊന്നും കഴിക്കണം, നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാതെ ഓടണം, അങ്ങനത്തെ മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷെ കഴിച്ചാലല്ലേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതെ, നമുക്കൊന്നും അറിയില്ല. ഇത്രയും ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, ഇത്രയും കഴിക്കണം. ഞാനൊക്കെ ശരിക്കും കഴിക്കാതൊക്കെയാണ് അതൊക്കെ ഓടിയത്. പക്ഷെ അത് തെറ്റായിരുന്നു. അവസാനമായപ്പോൾ എനിക്ക് ഒട്ടും ആരോഗ്യമില്ലാണ്ടായി. പിന്നെ എനിക്ക് തിരിച്ച് പോകേണ്ടി വന്നു. ബാക്കി നോർമൽ ഡ്യൂട്ടീസ് പോലെ അത് ചെയ്യേണ്ട വന്നു. അതൊരു 8 വർഷം വരെ. പക്ഷെ എൻ്റെ മെൻ്റലി എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ക്രാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ നാസിക്കിൽ വന്നത്, പോസ്റ്റിംഗ് ഒരു പ്രാവശ്യം. അപ്പോൾ അവിടെ വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം ഒരുപാട് കിട്ടാറുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ റേഞ്ചിൽ. അപ്പോൾ എൻ്റെ ഒരു സീനിയറുണ്ട്. സീനിയർ ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഒരു റണ്ണറും ഒരു സൈക്ലിസ്റ്റുമാണ്, ചാൾസ് എന്ന പേര്. ഓക്കെ. അപ്പം ആളിങ്ങനെ ഓടാൻ പോകുന്ന കണ്ടപ്പം ഞാൻ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എടാ സോറിയടാ, ഓൾറെഡി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു പോയി. അയ്യോ. അപ്പോൾ പറഞ്ഞു എടാ കുഴപ്പമില്ല, നീ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായപ്പം ആൾ പറഞ്ഞു എടാ ഇങ്ങനെ ഒരു ഓട്ടം നടക്കുന്നുണ്ട് നാസിക്കിൽ തന്നെ, അതിൽ വാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആധാർ കാർഡ്, അപ്പം അന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല അതൊന്നും. ആളാണ് എനിക്ക് ചെയ്തത്. ചുമ്മാ പ്രാക്ടീസ് ഒന്നുമില്ല, നേരെ പോയി ഓടി. അത് എത്ര 21 കിലോമീറ്റർ. 21 കിലോമീറ്റർ. 21 കിലോമീറ്റർ ചെയ്തു. ഞാൻ സെക്കൻഡ് വന്നു. പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് 1 മണിക്കൂർ 25 മിനിറ്റ്. 1 മണിക്കൂർ 25 മിനിറ്റിൽ 21 കിലോമീറ്റർ ഓടി. പക്ഷെ അന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ 8 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് കുറച്ച് അടിക്കുകയൊക്കെ ചെയ്യാറ്, വെള്ളം അടിക്കുകയൊക്കെ ചെയ്യും. അടിയോ? സത്യസന്ധമായിട്ട്? ഓക്കെ. കാരണം നമ്മൾ സ്പോർട്സ് വലിയ എയിം ചെയ്തിട്ടൊന്നല്ലല്ലോ. വെള്ളം അടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടാണ് ഞാൻ ഈ 21 കിലോമീറ്റർ ഞാൻ തന്നെ കുറച്ച് അതിശയപ്പെട്ടു. കാരണം ബോഡിയും കുറച്ച് ഹെവി ആയിരുന്നു, അത്രയ്ക്കല്ല എന്നാലും ഫാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ 15 ദിവസത്തിൽ തന്നെ അടുത്ത ഓട്ടം വന്നു. അതിൽ പോയി. പക്ഷെ അതിലെനിക്ക് കിട്ടിയില്ല. 21 തന്നെയായിരുന്നു. അപ്പം 5ാമത് 6ാമത് കൊണ്ട് എത്തി. എന്നിട്ടും 5ാമത് 6ാമത് എത്തി. അപ്പം അങ്ങനെയാണ് ഞാൻ 42 രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ തലേ ദിവസം എനിക്ക് പനി. അയ്യോ. പക്ഷെ ഞാൻ വിട്ടില്ല. കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു പാരസിറ്റമോളും കഴിച്ചിട്ട് ഞാൻ ഓടാൻ പോയി. കാരണം 42 കിലോമീറ്റർ എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് വല്ലാത്തൊരു വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പ്രാക്ടീസും ഉണ്ടായിരുന്നു. പ്രാക്ടീസ് അങ്ങനല്ല, ചുമ്മാ ഒരു ഓട്ടം ചെറിയ. അങ്ങനെ അത് പോയി ചെയ്തു. ഞാൻ എനിക്ക് 17 19 ആ റേഞ്ചിൽ വന്നു. 3 മണിക്കൂർ 14 മിനിറ്റിലാണ് ചെയ്തത്. 17 19 ആ ഒരു റേഞ്ചിൽ. 17 19ാമത്തെ സ്ഥാനമായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 10 കിലോമീറ്ററൊക്കെ ഭയങ്കര പാടായിരുന്നു. കുറച്ച് നടക്കേണ്ടി വന്നു, പിന്നെ ഓടണം. കാരണം പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ് ഹെവി ആയി ബോഡിയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു റേസ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇന്ന റേസ് നടക്കുന്നുണ്ട്, അറിഞ്ഞു നമ്മൾ ഓടാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഡെക്കാൻ അൾട്ര എന്ന് പറഞ്ഞൊരു ഓട്ടമുണ്ട്. അത് 70 കിലോമീറ്റർ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, താഴെ ഒരു ഗ്രാമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിങ്ങനെ റൂട്ട് മൊത്തം ഇടയിലൊന്നും ആൾക്കാർ ആരും ഉണ്ടാവില്ല. അതിൽ ഫുള്ള് മറ്റേ റിബൺ വെച്ചിട്ടൊക്കെ അത് നോക്കി വേണം പോയി. അതിന് ട്രെയിൽ റണ്ണിങ് എന്ന് പറയും. ട്രെയിൽ റണ്ണിങ് 2 രീതിയുണ്ട്. ഒന്ന് ട്രെയിൽ റണ്ണിങ്, ഒന്ന് ഈ റോഡ് റണ്ണിങ്.
അപ്പോൾ ഈ ട്രെയിൽ റണ്ണിങ് ഞാൻ തുടങ്ങി. പക്ഷെ അതിന് മുന്നേ ഒരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ട്. ബ്രീഫിംഗ് അറ്റൻഡ് ചെയ്യണം അത്. പക്ഷെ നമുക്കൊന്നും അറിയില്ല ആ സമയത്ത്. നമ്മളവിടെ എത്തി. അടുത്ത ദിവസം രാവിലെ ഓട്ടം തുടങ്ങി. ഒരു 3 മണിക്ക് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഓട്ടം തുടങ്ങി. ഞാൻ സെക്കൻഡ് രീതിയിൽ പോവുമായിരുന്നു. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ മാർക്കൊക്കെ ഉണ്ടാവും. അത് നോക്കി നോക്കി പോവുക. എവിടെയെങ്കിലും തെറ്റുവാണെങ്കിൽ തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് പിന്നെ വേണം പോകാൻ. റൂട്ട് ആരോ മാർക്ക് കണ്ടില്ലെങ്കിൽ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആരോ മാർക്ക് ഉണ്ട്. ഞാൻ അവസാനം ഒരു കാട്ടിലെത്തിയിട്ട് അങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. പക്ഷെ ആരോ മാർക്കില്ല. ഇവിടെ ഒരു ആരോ മാർക്കുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ റൂട്ട് തെറ്റിയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, സെക്കൻഡ് സ്ഥാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മല കയറണം തിരിച്ച്. ഞാൻ ഓൾറെഡി ഒരു മല കയറി ഇറങ്ങിയിട്ട് പിന്നെ താഴെ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുടുങ്ങിയെന്ന്. മറ്റേ കാട്ടിൽ ഫുള്ള് കുടുങ്ങിയ ഒരു ഏകദേശം 4-5 മണിക്കൂർ ഞാൻ കുടുങ്ങി കാട്ടിൽ. ഞാനാണെങ്കിൽ വെള്ളമില്ല, ഒരു ഹൈഡ്രേഷൻ ബാഗ് വെച്ചിട്ടൊക്കെയാണ് പോകേണ്ടത്. പക്ഷെ അതെല്ലാം തീരുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇത്രയും കിലോമീറ്റർ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. എന്നിട്ട് പിന്നെ കുറേ പൈസ കയ്യിൽ വെക്കണം. 50 അല്ലെങ്കിൽ 100 രൂപയൊക്കെ കയ്യിൽ വെക്കണം. അങ്ങനെ അത് ഓടാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുങ്ങിയതിന് ശേഷം ഒരു അപ്പൂപ്പനെ കണ്ടു. ഗ്രാമത്തിൽ ഇങ്ങനെ മറ്റേ ആടിനെയും ഇത് വെച്ചിരുന്നു. എന്നിട്ട് ആ അപ്പൂപ്പനെ കണ്ടിട്ട് അപ്പൂപ്പനെ ഒരു 50 രൂപ കൊടുത്തിട്ട് എന്നെ എവിടെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആൾ എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നു. എന്നിട്ട് ആളുടെ അടുത്ത്, ഓർഗനൈസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ റൂട്ട് തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് അവിടെ ആരോ മാർക്ക് വന്നേ? അത് ഓൾറെഡി ഇവർക്ക് ഓൾറെഡി ഒരെണ്ണം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി അവിടെ ഒരു ആളിനെ വെച്ചിട്ടും ഉണ്ടായിരുന്നു, തെറ്റായതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ വന്ന സമയത്ത് ആള് യൂറിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയ ടൈമായിരുന്നു. ഇത് സംഭവം അങ്ങനെയാണ്, ട്രെയിൽ റണ്ണിങ് ഇങ്ങനെയാണ്. ഏകദേശം വഴി തെറ്റി എത്ര ദൂരം പോയിട്ടുണ്ടാവും? ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ആ മലയൊക്കെ കയറി ഇറങ്ങി പോയി. പക്ഷെ അത് ഡേഞ്ചർ റൂട്ടായിരുന്നു അത്. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. അപ്പം ഡിഡ് നോട്ട് ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നീ ഫിനിഷ് ചെയ്തില്ല എന്നുള്ള സംഭവമാണ് DNF എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തിരിച്ച് യൂണിറ്റി വന്നു. അപ്പം എനിക്ക് അതൊരു വിഷമമായിരുന്നു. കാരണം ആദ്യത്തെ നമ്മൾ ഓടുകയും ചെയ്തു, അന്ന് വഴി തെറ്റിപ്പോയി. ആർക്കും അത് ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ റേസ് കലണ്ടർ എന്ന് പറഞ്ഞിട്ട് സംഭവം വരും, റണ്ണിങ് റേസ് കലണ്ടർ. അപ്പം അതിൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ഇവൻറ്റ് നടക്കുന്നത്, ഇതേപോലെ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ 100 കിലോമീറ്ററിൻ്റെ ഒരു ഓട്ടം കണ്ടു. ഹെന്നൂർ ബംബു അൾട്ര എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ നടക്കുന്നത്. അതൊരു 5 കിലോമീറ്റർ ലൂപ്പിലാണ് 100 കിലോമീറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തു. അന്നൊക്കെ 3000-4000 രൂപയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി. പക്ഷെ അതിനുവേണ്ടി ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കിലി എനിക്കൊരു 120 കിലോമീറ്റർ മൈലേജ് ആയിരുന്നു. നമ്മൾ മൈലേജ് കണക്കാണ് നോക്കുന്നത് പ്രാക്ടീസിന്. എങ്ങനെ മൈലേജ് കണക്കാക്കുന്നത്? എങ്ങനെ മൈലേജ് നമുക്ക് ഓടാൻ പറ്റുന്ന അല്ല, ഇപ്പം തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച ആ ഇടയിൽ ഞായറാഴ്ച നമ്മൾ റെസ്റ്റ് ആയിരിക്കും. തിങ്കളാഴ്ച നമുക്ക് ഈസി റണ്ണായിരിക്കും, ഒരു 10 കിലോമീറ്റർ ആ റേഞ്ച്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച സ്പീഡ് വർക്കൗട്ട്. അതൊക്കെ ഞാൻ പക്ഷേ ഫുള്ള് യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഈ മൈലേജാണ് ഇപ്പോൾ ഈ മൺഡേ തൊട്ട് ശനിയാഴ്ച വരുന്നുള്ള മൈലേജാണ് ഞാൻ പറഞ്ഞത്. 120-100 കിലോമീറ്ററിൻ്റെ മൈലേജ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഹെന്നൂർ ബമ്പ് ചെയ്യാൻ പോയി. അവിടെ പോയിട്ട് എനിക്ക് ഫസ്റ്റ് വന്നത്. അന്ന് പപ്പയും മമ്മിയും അനീത്യ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 പേരും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അവരായിരുന്നു എനിക്ക് സപ്പോർട്ടീവായിട്ട് അവിടെ നിന്നത്. അവരൊരു ടെൻ്റ് ഉണ്ട്, ആ ടെൻറ്റിൽ നമുക്ക് കിടക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അങ്ങനെ അത് തുടങ്ങി. ഏകദേശം ഒരു 11 മണിക്കൂർ 55 മിനിറ്റ് അതാണ്. അതിൽ ഞാൻ ഫസ്റ്റ് വന്നു. അന്ന് കോഴ്സ് റെക്കോർഡായിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല, എനിക്ക് ഇത്രയും ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഒരു മെൻ്റലി ഉള്ള ഒരു ചെയ്യണം എന്നുള്ളൊരു മെൻ്റലി ഞാൻ ചെയ്ത സംഭവമാണ് 100 കിലോമീറ്റർ. എന്നിട്ട് ഞാൻ പിന്നെ യൂണിറ്റ് തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി, 100 കിലോമീറ്റർ ചെയ്തല്ലോ. പക്ഷെ അതിന് മുന്നേ ഒരു റേസും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സമയത്ത് ഞാൻ ലീവ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്തൊരു ഗോൾഡൻ പീക്ക് ഹിൽ മാരത്തോൺ എന്ന സംഭവമുണ്ട്, 21 കിലോമീറ്റർ. അറിയാം, പൊന്മുടി സ്ഥലം. അപ്പോൾ അവൻ്റെ താഴെ നിന്ന് സ്കൂളുണ്ട്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മേളിൽ ഫിനിഷ് ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് 21 ചെയ്തായിരുന്നു. അത് ഫസ്റ്റ്. ഇതെല്ലാം യൂണിറ്റിൽ കേൾക്കുമ്പോൾ ഭയങ്കര എല്ലാവർക്കും പ്രചോദനം വീണ്ടും. അപ്പോൾ
അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഈ 100 വന്നു. എന്നിട്ട് 100 ചെയ്തു. 100 ചെയ്തതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതേപോലത്തെ ഇവൻറ്റ്സ് ഇഷ്ടംപോലെ നടക്കാറുണ്ട്, പക്ഷെ ഇതിലൊന്നും ഒരു പ്രയോജനമില്ല. മീൻസ് നമ്മൾ പൈസ കൊടുക്കുക, രജിസ്റ്റർ ചെയ്ത് പോവുക, ചെയ്യുക. പക്ഷേ അതിൽ യൂണിറ്റ് ലെവലിൽ ഒന്നും നമുക്ക് ഓഫീസ് ലെവലിലൊന്നും നമുക്ക് പറയാൻ പറ്റും. അവിടെ നമ്മളൊരു യൂണിറ്റിൽ 100 കിലോമീറ്റർ ചെയ്തു, ഓക്കെ, അതവിടെ തീർന്നു. പക്ഷെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഭവം ഡിഫറെൻ്റ് ആണ്. അത് പക്ഷേ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അപ്പം ആ 100 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതേപോലെ ഇവൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഭവമാണ്, അതാണ് ഗുണം വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് കേസിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ 12 മണിക്കൂർ സ്റ്റേഡിയം റൺ എന്ന സംഭവമുണ്ട്, ഒരു 400 മീറ്റർ സർക്കിളിൽ 12 മണിക്കൂർ ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു അന്ന്. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു 100 കിലോമീറ്ററിൻ്റെയും 24 മണിക്കൂറിൻ്റെയും ചെയ്താലേ കാര്യമുള്ളൂ എന്ന്. പക്ഷെ അന്ന് ആ 24 മണിക്കൂറും 12 മണിക്കൂറും ഉണ്ടായിരുന്നുള്ളൂ ഇവൻറ്റ്. ആദ്യം 24 ചെയ്യുന്നത് നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ 12 മണിക്കൂർ ചെയ്തു. മുംബൈയിൽ ചെയ്യുന്നത് കുറച്ച് ടഫാണ്. വാങ്കഡെ സ്റ്റേഡിയം അതിൻ്റെ തൊട്ടടുത്തുള്ള ഇത്, ഈ കടലിൻ്റെ അടുത്തും കൂടിയാണ്. ഭയങ്കര ഹ്യൂമിഡിറ്റി ലെവലും ഭയങ്കര ഇതാണ്. നമുക്കിതൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നേരത്തെ ഓടി വരുന്നവർക്കെല്ലാം ഈ കാര്യം അറിയാം. നമ്മൾ ബ്ലാങ്കാണ്. ഞാൻ ഓടി 108 കിലോമീറ്റർ ഞാൻ ചെയ്തു. അപ്പം അന്ന് അവിടെ ആദ്യമായിട്ടാണ് 12 മണിക്കൂറിൽ 108 ചെയ്യുന്നത് ഒരു പയ്യൻ. അപ്പം എല്ലാവരും ഒന്ന് വെച്ചാൽ എടാ നീ ഇങ്ങനെ ചെയ്യുന്നത്. അന്നാണ് ആദ്യമായിട്ട് മിലിൻ സോമൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു സത്യം. 12 മണിക്കൂറിൽ 108 കിലോമീറ്റർ ഈ ചൂടത്ത് ഹ്യൂമിഡിറ്റിയുടെ ഇടയിൽ കവർ ചെയ്ത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. അത് ഫസ്റ്റ് അന്ന് സമയത്ത് ഞാൻ ഒന്നും കഴിക്കത്തുമില്ലായിരുന്നു, ഒന്നുമില്ല. ആകെ വെള്ളവും അവിടെ എന്താണ് കിട്ടുന്നത് അതെടുക്കുക, ആ ഒരു രീതിയിലൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു മെമ്പർ ഉണ്ടാവും അവിടെ. അപ്പം നാഗരാജ് സാറും സുനിൽ സൈനൻസും അവരവിടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു എടാ നീ ഇത് ഇവിടെ സൂപ്പറായിട്ട് ചെയ്തല്ലോ, സെലക്ഷൻ ഇവൻറ്റ് നടക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ, 100 കിലോമീറ്റർ നീ ചെയ്യും. അതിൽ സെലക്ഷൻ്റെ ജോർദനിൽ വെച്ചിട്ടാണ് 100 കിലോമീറ്ററിൻ്റെ അത് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ശരി ഓക്കെ. അപ്പോൾ ഞാൻ തിരിച്ച് യൂണിറ്റി വന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ചെയ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ആ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്തു. പ്രിപ്പറേഷൻ അല്ലായിരുന്നു, കുറച്ച് സ്പീഡ് വർക്കൗട്ടൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അങ്ങനെ ബാംഗ്ലൂർ പോയപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല 3-4 ദിവസമൊക്കെ മുന്നേ പോവാം, ആ സ്ഥലം എന്താണെന്ന് അറിയാനും. കാരണം ആദ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ റേസ് ആയിരുന്നു. അപ്പോൾ അതിന് പോയി. ഫുഡിൻ്റെ കേസ് സെയിം, എനിക്ക് അറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഉള്ള ലോക്കൽ ഫുഡെല്ലാം കഴിച്ച് അവസാനം എനിക്ക് ഡിസെൻട്രി തലേ ദിവസം. പക്ഷെ ഞാൻ അപ്പോഴും വിട്ടില്ല, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം യൂണിറ്റിൽ ഓൾറെഡി പറയുകയും ചെയ്തു ഞാൻ ക്വാളിഫിക്കേഷൻ റേസിന് പോവാണ് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഓട്ടം തുടങ്ങുന്ന സമയത്ത് ഇപ്പം വിസിലടിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ബാത്റൂമിലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ എനിക്കറിയാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട്, പക്ഷെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 കിലോമീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ബാത്റൂം പോകാനുള്ള ടെൻഡൻസി. എന്തെങ്കിലും എടുക്കുന്നു, കഴിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, കഴിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ 30 കിലോമീറ്റർ ഏകദേശം ഈ അവസ്ഥയിൽ കവർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നടക്കില്ല. എന്നിട്ട് ഞാൻ അപ്പം അവിടെ ഒരു ഓർഗനൈസറിൻ്റെ എൻ്റെ അടുത്ത് ഞാൻ സുനിൽ സാർ എന്ന് പറഞ്ഞു, ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഡിസെൻട്രി ആണ്. അപ്പം എനിക്ക് അടുത്ത ദിവസം 12 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട് അതേ ഗ്രൗണ്ടിൽ തന്നെ. അപ്പം തന്നെ അവരെന്നെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു ശരി എന്നാൽ എന്ത് വിശ്വാസമുണ്ട് നിനക്ക് നാളെ ചെയ്യാൻ പറ്റുന്നു? ഓൾറെഡി നീ ഇപ്പോൾ 30 കിലോമീറ്റർ ചെയ്തു, എന്നിട്ട് നീ നാളെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ രാത്രി ഫിറ്റാണോ നോക്ക്, എന്നിട്ട് നീ പറ എന്ന് പറഞ്ഞു. ഞാൻ പോയി പനിയായി, റൂമിൽ ചെന്നിട്ട് ഫുൾ പനിയായി. അപ്പം അനിയത്തി നഴ്സിംഗാണ് ചെയ്തത്. അപ്പം അതിൻ്റെ നോളജ് അനിയത്തിക്ക് ഉണ്ട്. അപ്പം അനിയത്തിയോട് ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെയാണ് സംഭവം. പറഞ്ഞു നീ മരുന്ന് കഴിക്കുക കുഴപ്പമില്ല. അപ്പം അങ്ങനെ മരുന്ന് കഴിച്ച് രാവിലെ തുടങ്ങാൻ സമയത്തും അപ്പോഴും എനിക്ക് പനിയുണ്ട്. എനിക്ക് വിടാനുള്ള മനസ്സ് ഒട്ടും ഇല്ല, എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. ഫെയിലാവുന്നെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചെയ്യണം.
ഞാൻ അങ്ങനെ ഓട്ടം തുടങ്ങി. 12 മണിക്ക് ഞാൻ അപ്പോൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞു ഞാൻ ഇങ്ങനെ റെഡിയാണ് സാറേ. പറഞ്ഞു ശരിയടാ ഓക്കെ. രാവിലെ 6 മണിക്ക് തുടങ്ങി. ഞാൻ ഒന്നും എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പണിയാവുമോ. പക്ഷേ ഒരു 40-50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷെ ഒന്നും കഴിച്ചില്ലേ, ഒന്നും. വെള്ളം കുടിക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, കാരണം ഡ്രൈ അങ്ങനെ ഞാൻ 127 കിലോമീറ്റർ എത്തി, 127 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോഴും എല്ലാവരും ഭയങ്കര 12 മണിക്കൂർ 127 ഇവിടെ ആരും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് 127 ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ സെലക്ഷൻ്റെ സംഭവം എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു 100 കിലോമീറ്ററിൽ. ഒന്നെങ്കിൽ 100 കിലോമീറ്റർ 8.5 മണിക്കൂറായിരുന്നു അന്നൊക്കെ. അപ്പോൾ 8.5 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുക, അല്ല 8:45 സോറി 8:45 അത് ചെയ്യുക, അല്ലെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ ചെയ്യുക. ഇത് 2 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പിന്നെ കൊമറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓട്ടമുണ്ട്, സൗത്ത് ആഫ്രിക്ക വെച്ചിട്ട് കിടക്കുന്നത്. അത് 9 മണിക്കൂർ 9.5 മണിക്കൂറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ക്രൈറ്റീരിയയിൽ ആരൊക്കെ ക്വാളിഫൈഡ് ആണോ അതിന് 100 കിലോമീറ്റർ സെലക്ഷൻ കിട്ടും. ഞാൻ യൂണിറ്റി വന്നു, ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ എനിക്ക് സെലക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് ആദ്യം പാസ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ന് ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തോ അന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അപ്പം അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ആരൊക്കെ ക്വാളിഫിക്കേഷൻ റേഞ്ചിലുണ്ടോ അവരെല്ലാം അപ്ലൈ ചെയ്യണം. അത് ഈ ഇന്ത്യൻ ഫെഡറേഷൻ സൈറ്റിൽ വരും, KFAയുടെ സൈറ്റിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, ഒരു അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, എല്ലാ ദിവസവും ഞാൻ നോക്കിയൊക്കെ ഇപ്പോൾ വരും ക്വാളിഫിക്കേഷൻ സെലക്ഷൻ്റെ ടീം വരും. പക്ഷെ എൻ്റെ പേര് ഉണ്ടായിരുന്നില്ല, റിസർവിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഇവൻറ്റ് ഉടനെ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ട്രെയിൽ റണ്ണിങ്, വേറെ ഇവൻറ്റ് എനിക്ക് ക്വാളിഫിക്കേഷൻ റേസ് ഒന്നും അടുത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ട്രെയിൽ റണ്ണിങ് സൊലാങ് അൾട്ര എന്ന് പറഞ്ഞ അൾട്രയാണ്, ഹിമാചലിലെ മണാലി. അത് 65 കിലോമീറ്റർ ആയിരുന്നു. അത് ചെയ്യാൻ പോയി, അതിൽ എനിക്ക് 3rd ആയിരുന്നു. അത് ചെയ്തിട്ട് തിരിച്ചു വന്നു. അത് ഇതേപോലെ കാട്ടിക്കൂടെ വേണം ഇങ്ങനെ കയറിപ്പോകാനുള്ളു. അത് ചെയ്തിട്ട് വന്നു. അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ 24 മണിക്കൂറിൽ ഷിഫ്റ്റ് ആയത്. അങ്ങനെ ആദ്യം 24 മണിക്കൂർ ഞാൻ ചണ്ഡീഗഡിൽ ചെയ്തത്. അന്ന് 208 കിലോമീറ്റർ അന്ന് ഞാൻ കവർ ചെയ്തത്. മൂന്നാമതായിരുന്നു ഞാൻ വന്നു. അന്ന് ഞാൻ സെയിം, എനിക്ക് എന്താ കഴിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഇടയിൽ, കാരണം ഞാൻ അപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെല്ലെന്ന് സംഭവമുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നറിയാം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം, എത്ര മണിക്കൂറിൽ എത്ര ചെയ്യണം എന്ന് നമുക്കറിയില്ല. നമ്മൾ ചുമ്മാ മേടിച്ച് വെക്കും, പറ്റുമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയാ വെച്ചാൽ ക്രൂ ചെയ്യാൻ ഒരാൾ വേണം. 24 മണിക്കൂറിൻ്റെ കേസിലൊക്കെ ആരെങ്കിലും ഒരാൾ എന്തായാലും കൂടെ വേണം. പക്ഷെ ഇതിലെനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഗ്രൗണ്ട് താഴെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓടി പോകുന്നു, അവിടെ നിന്ന് താഴെ എടുക്കുന്നു, അങ്ങനെ ഞാൻ ഓടി 208 കിലോമീറ്റർ. അത് കഴിഞ്ഞ ശേഷം ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ എന്താ, കാരണം ആരും നമ്മളൊന്നെങ്കിൽ കൊണ്ടുപോകണം, ചിലവല്ലേ, ആരെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചിലവാണ്. ആ സമയത്താണ് ഞാൻ മാരേജ് ഫിക്സ് ആയത്. വൈഫ് ഒരു ഓട്ടോക്കാരി തന്നെയാണ്, ജോസ്മി. അവള് 21 ചെയ്തോണ്ടിരുന്നത്, എറണാകുളത്ത് തന്നെയായിരുന്നു. എറണാകുളത്ത് തന്നെയായിരുന്നു മെയിൻ ഡെക്കാത്തണിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, ബൈക്കിൽ. പിന്നെ കൂടെ ഈ ഓട്ടം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ക്വാർട്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു വൈഫിന്. അപ്പോൾ എവിടെ ഇവൻറ്റിന് പോയാലും ഞാൻ വൈഫിനെയും കൊണ്ടുപോയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് 24 മണിക്കൂർ ഏഷ്യ ഓഷ്യാന ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഞാൻ പങ്കെടുക്കാൻ പോയി, ക്വാളിഫിക്കേഷൻ ചെയ്തു. പിന്നെ ഒരെണ്ണം നടന്നു 227 കിലോമീറ്റർ ഞാൻ ചെയ്തായിരുന്നു, സെയിം ഇവൻ്റ് തന്നെ. പക്ഷെ അതേ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അത് ചെയ്തു. 227 കിലോമീറ്റർ ചെയ്തിട്ട് അത് സെലക്ഷൻ കിട്ടിയത്. അപ്പം 6 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിൽ 2 പേര് എയർഫോഴ്സും 2 പേര് ആർമിയിലുള്ളത്, 2 സിവിലിയൻസ് ആയിരുന്നു. അതിൽ ഞാൻ 238 കിലോമീറ്റർ ചെയ്തു. ടീം ഫസ്റ്റ് ആയിരുന്നു. അത് ചെയ്തതിനു ശേഷം ഒരു 24 മണിക്കൂർ ഏഷ്യ ഓഷ്യാന, അത് ഓസ്ട്രേലിയ വെച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു 2024. പക്ഷെ അതെനിക്ക് സെലക്ഷൻ തന്നില്ല. അത് എൻ്റെ പേരുണ്ടായിരുന്നു, റിസർവിലുണ്ടായിരുന്നു. പക്ഷെ
പക്ഷെ അവർ 5 വരെ എടുത്തിട്ട് കൊണ്ടുപോയുള്ളൂ. കാരണം ചിലപ്പം അവർക്ക് തോന്നിക്കാണാം ഇവൻ അവിടെ പോയപ്പോൾ 204 ചെയ്തുള്ളൂ എന്നുള്ള തോന്നലായിരിക്കാം. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. എനിക്കത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. ആ സ്റ്റേജ് ഭയങ്കര പാടായിരുന്നു. ഞാൻ പിന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു, വാശിയായി. പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി ന്യൂട്രീഷൻ എന്താണ്, എന്തൊക്കെ എടുക്കണം, ഏത് മണിക്കൂറിൽ എത്ര ചെയ്താലേ നമുക്ക് അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അത് പഠിച്ച് ഞാൻ സെറ്റായപ്പോഴാണ് എൻ്റെ ഇടയിൽ 100 കിലോമീറ്റർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യ വെച്ചിട്ട് തന്നെ. അതിൽ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചെയ്യാത്തതുകൊണ്ട്. അപ്പം എനിക്ക് ഓപ്പൺ കാറ്റഗറിയിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം ഞാൻ അതിൽ പോയി. അതിൽ ഞാൻ 7 മണിക്കൂർ 55 മിനിറ്റിൽ ഫിനിഷ് ചെയ്തായിരുന്നു. സാറിന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സാധാരണ മത്സരാർത്ഥികളുടെ കൂടെ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ട്രെയിനിങ് ടൈമിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കോമ്പറ്റീഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈഫ് സപ്പോർട്ടീവ് ആയതുകൊണ്ട് അപ്പം എനിക്ക് വേറെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ ഏതെങ്കിലും പോകുമ്പോൾ പോലും ഈ നോർത്ത് ഇന്ത്യൻസിലുള്ള എല്ലാവരും പറയൂടാ നിനക്ക് എന്ത് ഭാഗ്യമാടാ, കൂടെ വൈഫേ വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അവൾക്ക് നീ പറയേണ്ട ആവശ്യമേ ഇല്ല, അവൾക്ക് തന്നെ എല്ലാം അറിയാം എന്താ തരണ്ടേ എന്ന്. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ വാക്കുകളുണ്ട്. എങ്ങനെയും ക്വാളിഫൈ ചെയ്താൽ മതി, ടീമിൽ കയറിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ആ മെൻറ്റാലിറ്റി ഈ ഫെയിലിയർ മാറി. അപ്പം ഇത് വന്നതിന് ശേഷമാണ് എനിക്കിപ്പം ഇല്ല ടോപ്പ് ആവണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ 238 ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്തു, ഫസ്റ്റ് ആയിരുന്നു. ഇത്രയും അനുഭവങ്ങളും ഇത്രയും ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. പക്ഷേ ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഫ്രാൻസിൻ്റെ സംഭവം ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടത് ഈ 3 മാസമായിരുന്നു വിത്തൗട്ട് ഫാമിലി. കാരണം ഞാൻ ഹൈദരാബാദിലായതുകൊണ്ട് ഫാമിലി ഫുൾ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്? ഫേസ് ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഞാൻ ഭോപ്പാലിലാണ് പോസ്റ്റഡ്. ഞാൻ ഈ 6 വർഷം 2018 തൊട്ട് ഈ ഓഗസ്റ്റ് ജൂലൈ വരെ ഒറ്റയ്ക്കാണ് ഞാൻ ട്രെയിനിങ് ചെയ്തത്. ഒരാൾ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം 5 പേര് എനിക്ക് കൂടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഹാർഡ് ട്രെയിനിങ് ഇത് തന്നെയായിരുന്നു. ഏകദേശം 12 ആഴ്ചയുടെ ട്രെയിനിങ് ആയിരുന്നു. 12 ആഴ്ചയിൽ 2 ആഴ്ചയിൽ അവസാനത്തെ ടൈപ്പറിംഗ് എന്ന് പറയും, മൈലേജ് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ബാക്കി 8 ആഴ്ച എന്ന് പറഞ്ഞാൽ നൈറ്റ് റൺസും ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് തുടങ്ങും, വെളുപ്പിന് 6 മണി വരെ ഓടുക. വെളുപ്പിന് 6 മണി വരെ ഓടുക ട്രെയിനിങ് ആയിട്ട് ഒരു ഗ്രൗണ്ടിൽ തന്നെ. അതൊരെണ്ണം, അതേപോലത്തെ 4 എണ്ണം. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂറിൻ്റെ ഒരു ഓട്ടം, ഒരു 14 മണിക്കൂറിൻ്റെ ഓട്ടം, ഒരു 2 8 മണിക്കൂറിൻ്റെ ഓട്ടം, അങ്ങനെ 3 6 മണിക്കൂർ ഓട്ടം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അതും കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയിലും. അതൊന്നും ഞാൻ ചെയ്യാത്ത സംഭവം. കാരണം എല്ലാവരും പറയും ഇതെല്ലാം ഒരു അൾട്രയാണല്ലോ, 42-ന് മുകളിൽ ചെയ്യുന്ന എല്ലാം ഒരു അൾട്രയാണ്. ഒരു അൾട്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ്. കാരണം അത്രയും ബോഡിക്ക് റെസ്റ്റ് വേണം. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ആ ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്തെന്നാണ് അർത്ഥം. കാരണം എൻ്റെയും മെൻ്റലി ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ആസ് അത്ലീറ്റ് ഞാൻ എൻ്റെയും വിചാരം ഇങ്ങനെയായിരുന്നു, നമുക്കൊന്നും പറ്റത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ ആൾക്കാരെ കാണിച്ചു കൊടുത്തു. ഇപ്പം അത്യാവശ്യം നല്ല ഇതിനെല്ലാം നമുക്ക് ആർമിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാരണം അവരുടെ സപ്പോർട്ടില്ല പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു ഇവൻറ്റിനെ പോയിട്ട് ഇപ്പോൾ അവിടെ മത്സരിച്ച് നമ്മൾ ടോപ്പ് 10-ലേക്ക് എത്തുമ്പോൾ കൂടെ ആ ടൈമിൽ ഈ 5 പേരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു കോച്ച് ഓൾറെഡി ഉണ്ട്, സന്തോഷ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന് പറഞ്ഞിട്ട് വിവേക് എന്ന് പറഞ്ഞിട്ട്, ഹാഫ് മലയാളിയാണ്, ബാംഗ്ലൂർ സെറ്റിൽഡ്. അപ്പം ആളുണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. ആളായിരുന്നു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ്റെ നോക്കുന്നത്. ആഴ്ചയിൽ 2 ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാമി എന്ന് പറഞ്ഞിട്ട് ന്യൂട്രീഷനിസ്റ്റ്, ആൾ UK സെറ്റിൽഡാണ്. പക്ഷേ നമുക്ക് ഓൺലൈനിൽ ഫുള്ള് ഇത് ടിപ്സും ഇതെല്ലാം തരുന്ന ആളായിരുന്നു. പിന്നെ ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ലാബ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ സ്പോർട്സ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ അണ്ടറിൽ വരുന്ന ഇവരുടെ മെയിൻ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അശ്വിൻ അടിക എന്ന് പറഞ്ഞു. ഇവരുടെ അണ്ടറിലാണ് ഇവരെല്ലാം. അവരായിരുന്നു നമുക്ക് മെയിൻ സ്പോൺസറും എല്ലാം. NEB സ്പോർട്സ് എന്ന് പറയും, നാഗരാജ് സാർ, അവരുടെ അണ്ടറിലാണ് മൊത്തം. അവരുടെ മോനാണ് ഈ അശ്വിൻ അടി. ഓക്കെ. ഈ ടോപ്പ് 10-ൽ ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ മത്സരം ആഗ്രഹിച്ചിരുന്നോ? ഇങ്ങനെ ഒരു പത്രവാർത്തകളും ഇതിലൊക്കെ ഞാൻ ഉണ്ടാവുന്നു?
എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് ഓൾറെഡി ഒരു ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ തേർഡ് ഞാൻ ഇൻഡിവിജ്വൽ വന്നായിരുന്നല്ലോ. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയതായിട്ടൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷേ അറിയായിരുന്നു എന്താ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും എനിക്ക് എൻ്റെ സെൽഫ് അച്ചീവ്മെൻ്റ് ആണ് എനിക്ക് വലുത്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയില്ല, എനിക്കത് ഭയങ്കര ഒരു ഇപ്പം എനിക്ക് ബാക്കിയുള്ളത് ഞാൻ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പത്രത്തിൽ വരുമോ ഇതിൽ വരുമോ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കെയർ ചെയ്തെങ്കിൽ അത് പിന്നെയും മെൻ്റലി നമ്മൾ വീക്ക് ആവത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ഓട്ടത്തിൻ്റെ ആയിരുന്നു ഞാൻ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം എത്ര ദിവസത്തെ ലീവിന് വരുന്നത്? നമുക്ക് 90 ദിവസം ലീവുണ്ട്. 90 ദിവസത്തിന് ലീവിന് ഇപ്പോൾ എത്ര നാൾക്ക് ശേഷമാണ് വരുന്നത് നാട്ടിലേക്ക്? ഏപ്രിലിന് ശേഷം. ഏപ്രിലിന് ശേഷം വരവ് കുറവാണ്. വളരെ ടൈം എടുത്തിട്ടാണ് തന്നെ. ഈ വരുമ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തിൽ പകുതി ഈ മത്സരങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം, പകുതിയല്ല മുക്കാലും ലീവും. അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ കൂടി ഉണ്ട്, വന്നാലും ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും അറിയാമോ ഈ കാര്യം? എല്ലാവർക്കും അറിയാം. കാരണം ഇത് ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മത്സരത്തിൽ പോയിട്ട് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് നേടിയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഇതുപോലത്തെ മത്സരങ്ങളിലൊക്കെ പോകുന്നത് ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് വേണ്ടതല്ലേ, നമുക്ക് കിട്ടേണ്ടതല്ലേ? വരേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ പിറകെ പോയിട്ടുണ്ട്. ഞാൻ അതിനെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പം എനിക്ക് ഈ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇവൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് കിട്ടാറുണ്ട് ഈ ഹൈഡ്രേഷൻ്റെ കേസിലൊക്കെ. പക്ഷെ അല്ലാണ്ട് നമുക്ക് സപ്പോർട്ട് കിട്ടാറില്ല. ഞാൻ പട്ടാളത്തിലായതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ ജോലി ചെയ്യാത്തൊരു പയ്യനായിരുന്നെങ്കിലോ പറ്റത്തില്ല ഒരിക്കലും. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സാലറി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. EMI ഒക്കെ അടച്ച് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും. പക്ഷെ അല്ലാത്തവരൊക്കെ എനിക്കിതൊന്ന് പാടാണ്. പലരും അതുകൊണ്ടാണ് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നത്. മുമ്പോട്ട് പോകാൻ ചിലവുള്ള കേസാണെന്ന് വെച്ചാൽ ആണ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് വലിയ സ്പോൺസർ കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതേപോലെ സപ്പോർട്ട് ചെയ്യണം. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒളിമ്പിക് ഇവൻ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ തന്നെ പോകാണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നേനെ എല്ലാവരും. ഇത് ഒളിമ്പിക് ഇവൻ്റ് അല്ല. ഒളിമ്പിക് ഇവൻ്റ് ആക്കണം വേണ്ടിയിട്ട് നോക്കിയായിരുന്നു, അത് നടക്കുന്നുണ്ട്. ഒളിമ്പിക് അങ്ങനത്തെ ഒരു ഇവൻറ്റിലേക്കുള്ളൊരു സെലക്ഷൻ ടൈമിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഒളിമ്പിക്കിന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഏജ് കഴിഞ്ഞു പോയി. അതിനങ്ങനെ ഒരു ഏജ് വെച്ചിട്ടുള്ളൊരു കാറ്റഗറി വെച്ചിട്ടാണ്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇത്രയും അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നേ പറയുള്ളൂ. പക്ഷെ അതിന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു റിസൾട്ട് പറഞ്ഞെങ്കിൽ ഒരു ഏകദേശം 5-6 വർഷമെങ്കിലും വേണം. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഇന്ത്യൻ മെൻറ്റാലിറ്റി ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ ചെയ്യും. ആ സമയത്ത് തുടങ്ങും, എടാ നിനക്ക് റിസൾട്ട് വരുന്നില്ലല്ലോടാ, നിനക്ക് ഒന്നും ആവാൻ പറ്റുന്നില്ലല്ലോ. അപ്പം വീട്ടുകാരിൽ നിന്ന് പ്രഷർ കാരണമാണ് കുറേ പിള്ളേർ അതിൽ നിന്ന് മാറിപ്പോകുന്നത്. പക്ഷേ ഈ ഫോറിൻ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 10 വർഷം കഷ്ടപ്പെടും. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. എൻ്റെ ഇതാണ്, എൻ്റെ ഇത് അനുഭവങ്ങൾ വെച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. 10 വർഷമെങ്കിലും ഏകദേശം റിസൾട്ട് കിട്ടാൻ. പക്ഷെ അത് കഴിഞ്ഞ് നല്ല പീക്കായിരിക്കും. ഞാനും സത്യം പറഞ്ഞാൽ എൻ്റെ ഈ അൾട്രാ റണ്ണിങ്ങിൽ ഞാനിപ്പോഴും ഒരു കൊച്ചുകുട്ടി തന്നെയാണ്. കാരണം 6 വർഷമായിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു. ഓക്കെ. എൻ്റെയൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 44 വയസ്സുള്ള ഒരു അത്ലീറ്റ് ഉണ്ട്, ഫോറിൻ ലിത്വാനിക്കാരൻ, അലക്സാണ്ടർ സൊറൻ. ആളുടെ പേരിലാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് 319 കിലോമീറ്റർ. എത്ര മണിക്കൂർ? 24 hours 319 കിലോമീറ്റർ. ആളുടെ ഏജ് 43. ആള് ഓട്ടം തുടങ്ങി 32 വയസ്സിൽ. 32 വയസ്സിൽ. എനിക്ക് അപ്പം എൻ്റെയൊക്കെ അതൊന്ന് ക്രോസ് ചെയ്യണം. അത്രയും വർഷം ചെയ്യാൻ പറ്റിയാൽ പറ്റുമെന്നാണ് വിചാരം. പറ്റട്ടെ, അതെല്ലാം പറ്റും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും നടക്കും, അതെല്ലാം ഈസി ആയിട്ട് നടക്കും. ഇപ്പം മിലിറ്ററിയിൽ ഏത് സെക്ഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? EMEയിൽ. ഓക്കെ. സർവീസിങ് ടെക്നിക്കൽ ഏരിയയിൽ. ഇപ്പോൾ പോസ്റ്റിംഗ് എവിടെയാണ്? ഭോപ്പാലിൽ. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തതൊക്കെ ഇപ്പം നമ്മൾ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഈ പ്രാക്ടീസിങ്ങും എല്ലാം ഇപ്പോൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ആരുടെയെങ്കിലും കീഴിലാണോ? ഇപ്പം 24 മണിക്കൂറിൻ്റെ ഇത് കാണുന്നില്ല. ഇതെല്ലാം ഞാൻ ഒരു കോച്ചിൻ്റെ അണ്ടറിലാണ് ചെയ്യുന്നത്. ആളുടെ അണ്ടറിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇപ്പം എന്തുകൊണ്ട് വർക്കൗട്ടൊക്കെ എല്ലാം ആളെ എനിക്ക് പറഞ്ഞുതരാം.
ഒത്തിരി കഴിവുള്ള ആളുകൾ ഇതേപോലെ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല പലരും. ഇപ്പോൾ താങ്കളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ കൂടി ആയിരിക്കും പലരും പുറത്തറിയുന്നത് ഇങ്ങനത്തെ ആളുകളുണ്ടെന്നൊക്കെ. ഒരു ഇന്ത്യക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഇവൻറ്റിലും പോയിട്ട് വന്ന ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതും 47 രാജ്യങ്ങളിൽ നിന്ന് 10ാം സ്ഥാനത്ത് എത്തിയേക്കുന്ന ഒരാളാണ്. ചെറിയ കാര്യമല്ല. ഒരു വാർത്തയിൽ പോലും നിങ്ങളെക്കുറിച്ച് വരുന്നില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഒരുപാട് ഇതേപോലത്തെ കഴിവുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ട്. അത് കേരളത്തിൽ എന്തായാലും ഉണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, ലിമിറ്റ് ചെയ്യും എല്ലാവരും. ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം എനിക്ക് വിശ്വാസം ഉണ്ടാക്കാൻ പറ്റിയത്. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ എല്ലാവർക്കും ഒരു വിശ്വാസം, ഇത് നമ്മൾ മോട്ടിവേഷൻ പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. നിന്നെ കൊണ്ട് ബോഡിക്ക് ചെയ്യുക, ബോഡിക്ക് പറ്റും സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പം 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും വിശ്വസിക്കും. എനിക്ക് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം ഒന്നാമത്തെ ആരും വിശ്വസിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല. ഇപ്പം എവിടെ പോയാലും ഞാൻ 24 മണിക്കൂർ ഓടുന്ന ആളാണ് ഞാൻ ഒരിക്കലും പറയാറില്ല. വിശ്വസിക്കില്ല സത്യം പറഞ്ഞാൽ. എങ്ങനെയാണ് നമ്മൾ ഒരു മനുഷ്യന് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടുക? അത് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ 2 രീതിയുണ്ട്. ഒന്ന് ചുമ്മാ ടൈം പാസ് രീതിയിൽ ഓടുക, നടക്കുക, പിന്നെ എന്തെങ്കിലും കഴിക്കുക, ഒരു ടൈം, അതങ്ങനെ അത് സ്റ്റേജ് വേറെയാണ്. പക്ഷെ ഇതേപോലെ ഇത്രയും കിലോമീറ്ററൊക്കെ ചെയ്യണമെങ്കിൽ അത് ഓടുക തന്നെ വേണം. ഇപ്പോൾ ഏകദേശം ഞാൻ 5 മിനിറ്റ് 27 സെക്കൻഡാണ് എൻ്റെ ആവറേജ് വന്നിരിക്കുന്നത് 265 ചെയ്യാൻ. എന്നുവെച്ചാൽ ഏകദേശം 6 മാരത്തോണിൻ്റെ കാട്ടിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മാരത്തോൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 2 ആഴ്ച 3 ആഴ്ച റെസ്റ്റ് എടുത്ത് ചെയ്തു. പക്ഷെ നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഇനി ആൾക്കാർ വരും എന്നാണ് എൻ്റെ വരട്ടെ, എല്ലാവരും താങ്കളെ തേടി എത്തട്ടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. മലയാളീസിന് ഒരു തോന്നലുണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന്. പക്ഷെ അങ്ങനെ അല്ല. അത് നമുക്കും പറ്റുമോ നമ്മളത് കാണിച്ചു കൊടുത്താണ്. ഇതിൻ്റെ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം കൊണ്ട് പകുതിക്ക് വെച്ചൊക്കെ നിർത്തി പോകുന്നുണ്ട്. പലരും ഇനി എന്ത് ചെയ്യണം, ഇത്രയും വലിയൊരു ഇവൻറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ അറിയാതെ നിൽക്കുന്ന ഒരുപാട് പുതിയ ജനറേഷനിലെ പിള്ളേരുണ്ട്. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? പക്ഷേ എനിക്കൊന്ന് പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്തുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും മൊബൈൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവം കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷെ സ്വയം ചിന്തിക്കണം. എന്നുവെച്ചാൽ ഈ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ആദ്യം ഒരുപാട് ഫെയിലിയർ ഉണ്ടാവും. നമുക്ക് ചിലപ്പം പറ്റാതെ ആവും, ആരെയും സപ്പോർട്ട് കിട്ടാണ്ടാവും. പക്ഷെ അപ്പോഴും ചെയ്യുക, എങ്ങനെയെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന സംഭവമാണ് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. അതാണ് ഇപ്പം നമ്മളിപ്പോൾ പുറത്തെത്തായി. ഇപ്പോൾ ഫ്രാൻസിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ 47 രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാരെത്തിയേക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് ഒരു വികാരം? നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം മെഡൽ അടിക്കണമെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് വരണമെന്നായിരുന്നു. നമ്മൾ ആ റേഞ്ച് തന്നെ ആയിരുന്നു. 800 കിലോമീറ്റർ കവർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ 3 പേരും കൂടി ചെയ്തിട്ട്. പക്ഷേ ഈ ഇഞ്ചുറി വന്നുകൊണ്ട് ആണ് നമ്മൾ സ്കിപ്പായി പോയത്. നമ്മൾ ഒരു 12 മണിക്കൂർ വരെ സെക്കൻഡും തേർഡിലായിരുന്നു. ആ 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഫസ്റ്റും സെക്കൻഡ് തേർഡ് അങ്ങനെ എല്ലാവർക്കും തന്നെ നമ്മൾ ചെല്ലാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പം തന്നെ എല്ലാവർക്കും തുടങ്ങി, നിങ്ങളുടെ ടീം ഇപ്രാവശ്യം സൂപ്പറാണല്ലോ, അപ്പോഴേ തുടങ്ങി. അവിടെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ജയിച്ചിരുന്നു. പക്ഷേ ഇഞ്ചുറി എന്താ പറ്റിയത്? ഓൾറെഡി ഓവർ ട്രെയിൻഡ് ആയതാണ്. എന്ന് വെച്ചാൽ ബോഡിക്ക് അത്രയും പറ്റിയില്ല, അങ്ങനെ ആയിപ്പോയതാണ്. ശരി. ഈ ഇപ്പോൾ ഈ വേഗതയുടെ കാര്യത്തിൽ ഇപ്പം അന്ന് ഫസ്റ്റ് അടിച്ചത് ആരായിരുന്നു? അന്ന് 294 കിലോമീറ്റർ ചെയ്ത് ഒരു താച്ചുക്ക് എന്ന് പറഞ്ഞിട്ട്. ഏത് രാജ്യം? ഉക്രൈൻകാരനാണ്. രണ്ടാമത് വന്നത് 280 സംതിങ് ആയിരുന്നു. കറക്റ്റായിട്ട് ഡയറ്റ്, ഈ പറയുന്ന എനർജി ഇതെല്ലാം നോക്കി ഒരു പക്കയായിട്ട് വരുന്ന ഒരു രാജ്യം ഏതാണ്? ലിത്വാനിയ. വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഉണ്ടെന്നില്ലേ, അലക്സാണ്ടർ സൊറകിൻ. ആള് 319 കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അവർക്ക് ആ ഒരു കറക്റ്റായിട്ട് അത് ഇപ്പം എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇമ്പ്രൂവ്മെന്റ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ 2018 ക്വാളിഫിക്കേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ ആ 18ഉം 19ന്റെ റേഞ്ച് 180-85 ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ 225 ഈ ലെവലിലേക്ക് എത്തി. അപ്പോൾ അത് അല്ലാണ്ട് കൂടുതലിപ്പം അമർ 272 ചെയ്തു, ഞാൻ 265 ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ
ഇമ്പ്രൂവ്മെന്റ് ഇതൊക്കെ തന്നെയാണ്. അതെ, നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതെ. ഇപ്പം അതുപോലെ ഇതിനൊക്കെ നല്ല ചിലവില്ലേ നമ്മൾ ഈ ഒരു മത്സരത്തിന് പോവുക വരിക? ഉണ്ട്. ചിലവ് മീൻസ് നമ്മൾ സ്വന്തമായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇതിന് വേണ്ടിയിട്ടാണ് സ്പോൺസറൊക്കെ വേണമെന്ന് പറയുന്നത്. കാണുന്നത്. അതിൽ വരും, എല്ലാവരും താങ്കളെ തേടി വരും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിനും പുറകെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് നമ്മുടെ മിലിറ്ററിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ കുറച്ച് പേരെടുത്ത് പറയാത്ത കുറച്ച് ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. എന്നാലും ആരാണ്? ആദ്യത്തെ കാര്യം ഫാമിലി ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല. അച്ഛനമ്മ, പിന്നെ വൈഫ്, കൊച്ച്, അനിയത്തി, ഇവരെ സപ്പോർട്ട് എന്തായാലും വേണം. ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ടൊന്നും പറ്റത്തേ ഇല്ല. കാരണം ഇവരെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല അത്രയും. പിന്നെ ഫ്രണ്ട്സിനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന കുറേ മിസ്റ്റേക്ക് ഉണ്ട്. കുറേ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിലൊക്കെ അവർ എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ എനിക്കൊന്നും എടുക്കാൻ പറ്റാറില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരമാവും. അപ്പം അങ്ങനെ കുറേ പേരുണ്ട്. അതിൽ പറയേണ്ട നിതിൻ, സുനിൽ, പിന്നെ പട്ടാളത്തിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം കിരൺ IV, അഖിൽ CH, ആനന്ദ് മോഹൻ. ഇവരെല്ലാം നമ്മുടെ സപ്പോർട്ടാണ്. അവർക്ക് ഇപ്പം ഞാൻ ഫോൺ എടുക്കാണ്ടായപ്പം അവർക്ക് തന്നെ തോന്നി ഇവൻ എന്തോ അവർക്ക് കാര്യം മനസ്സിലാവും. കൂട്ടുകാരല്ലേ അവർക്ക് എല്ലാവർക്കും. പക്ഷെ അവരുടെ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഇന്ന കാരണത്തിലാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ അവർ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, എന്തായാലും സന്തോഷം. അച്ഛനും അമ്മയെല്ലാം ഹാപ്പി അല്ലേ? ഇതെല്ലാം കാരണം ഞാൻ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും സംസാരിക്കാൻ പറ്റില്ല. അവർക്കത് ഭയങ്കര ഞാനിപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം പ്രാർത്ഥനയും തന്നെ കരയും അവരൊക്കെ പറയാൻ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം. അവരും കൂടി അവരുടെ പ്രാർത്ഥനയൊക്കെ ഫലിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുത്തി കൊടുക്കല്ലേ. വൈഫിൻ്റെ കേസായാലും വൈഫ് ഞാൻ പറഞ്ഞില്ല 24 മണിക്കൂർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന്. ഒരു 12 മണിക്കൂർ ഓട്ടത്തിൽ ആദ്യത്തെ മാസത്തിലായിരുന്നു, പ്രഗ്നന്റ് ടൈമിലായിരുന്നു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്. 12 മണിക്കൂർ. അത് കഴിഞ്ഞ് അടുത്ത കോമ്പറ്റീഷൻ 6 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് എന്നെ വന്നിട്ട് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തു. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ചെയ്യുമെന്ന്. അടിപൊളി. ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ ഒരു വൈഫും ഫാമിലിയൊക്കെ കൂടെ ഉള്ളപ്പോൾ എന്ത് നോക്കാൻ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ എന്തായാലും ഇത് ചെറിയൊരു കാര്യമല്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളും ഇതെല്ലാം ഒരു പാഷനും എല്ലാം വളരെ ആത്മാർത്ഥയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ജീനു. എന്തായാലും ലോകം അംഗീകരിക്കും, എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. മനസ്സിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ ഉടനെ മാറും. ആ സപ്പോർട്ടിങ് സിസ്റ്റം എല്ലാം അടുത്തേക്ക് വരും. അതിനുള്ളൊരു കാലിബർ ഉള്ള ഒരാൾ തന്നെയാണ്. കാരണം ഇത്രയും ആത്മാർത്ഥമായിട്ടൊരു പാഷനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ കുറച്ച് നേരം നിൽക്കേണ്ട സമയത്തും ഇതിൻ്റെ പുറകിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.